ഈ 4 കിലോ തൂക്കം ഒഴിവാക്കി എന്നിട്ട് മൊത്തം ഇടും. എന്നിട്ട് മതി ഈ ചെറിയ ബാഗിൽ 1 മിനിറ്റ് പോസ്റ്റ് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരിക്കലും പറയാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കൗണ്ടറാണ്. എന്നിട്ട് എന്ത് ചെയ്താൽ ഈ കുട്ടികൾ ഇത്തിരി മുമ്പ് ഇത്രയും ആൾക്കാർ മുമ്പിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിപ്പോ വേണ്ട ഒരു വീട് തോന്നിയില്ല. കണ്ണൂർ ഓരോ സിറ്റുവേഷൻ കാണില്ല. ഞാൻ അറിയാം ഇത് ഇൻസൾട്ട് ഞാൻ സെൽഫി എടുത്തോളാം. ഓക്കെ 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 എടുത്തോളാം. സെൽഫി അല്ല, സെൽഫി വീഡിയോ ഓഡിയോ ഇട്ടുന്നുണ്ടല്ലോ. നാളെ ഞാൻ പിറ്റേന്ന് വേറെ സംഭവം മറിച്ചുണ്ടാക്കാലോ. ആ ഓക്കെ കാണാം. ഓക്കെ ഓക്കെ നമ്മള് ഫാമിലി അല്ലേ? നമ്മള് ഫാമിലി തന്നെയാണല്ലോ. നമ്മള് ഫാമിലി ആണല്ലോ. ഓക്കെ എടുക്കുന്നില്ല. സെൽഫി എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തില്ലല്ലോ. എന്താണ് വിഷാദമായി എയർപോർട്ടിൽ എന്താണ് സംഭവിച്ചത്? ഒന്നും പറയാണ്ടാക്കില്ല. നമ്മൾ വരുന്ന സമയത്ത് 4 കൊണ്ടും നമ്മൾ ആക്ച്വലി കറക്റ്റ് തോന്നിട്ട് വന്നിട്ടുണ്ട്. സാധനം കൊണ്ടുവന്നിട്ട് 180 നമുക്ക് അലൗണ്ട് 184 ആയി. പിന്നെ മോന്റെ കാലിന്റെ അത് വീഡിയോ ഒക്കെ കാണുന്നത് മോന്റെ കാല് ചെറിയ ഫ്രാക്ചർ ആയിട്ട് 2 ദിവസം മുന്നേ. അപ്പൊ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു ജസ്റ്റ് ഒന്നെങ്കിൽ ഒരു ഹാൻഡ് ബാഗ് ഒന്നെങ്കിൽ ഇതിലൂടെ തരാൻ പറ്റും. ഓക്കെ നിങ്ങൾ എല്ലാ ഹാൻഡ് ബാഗ് ഇടുന്നതാണ്. 184 പ്ലസ് 3 ഹാൻഡ് ബാഗ് കിട്ടും. 222 നോക്കാം. നിങ്ങളെ ലഗേജ് കൂടുതലാണ്. നമ്മൾ എവിടെ കൂടുതൽ ഇവിടെ ഉണ്ടാ നമ്മളെ ലഗേജ് ഇട്ട് ഹാൻഡ് ബാഗ് നമുക്ക് അതിലൊക്കെ എഴുതി കൊടുക്കും. അപ്പൊ നിങ്ങളെ കയ്യിൽ കുറെ ചെറിയ ബാഗുകളൊക്കെ ഉണ്ടാക്കി തൂക്കണം. ഇത് ചേഡീസിന്റെ ബാഗ് ചെറിയ മോന്റെ ബാഗാണ്. വേറെ എക്സസ് ഒന്നും ഇല്ലാതാണ്. പക്ഷെ അതല്ല നിങ്ങൾക്ക് ചെറിയൊരു ലാപ്ടോപ്പ് ഉണ്ട്. മറ്റേ ലേഡീസ് ബാഗ് ഉണ്ട്. അതൊക്കെ തോന്നും. ഞാൻ നിങ്ങൾ എന്റെ ആളുണ്ട് വേറൊക്കെ ഒരു കാല് ഫ്രാക്ചർ നിങ്ങളുടെ ഹെൽപ്പ് ചോദിച്ചതല്ലേ. ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ അല്ലെങ്കിൽ ഒഴിവാക്കണം. അപ്പം പിന്നെ അവരൊരു 8-9 ആൾ കൂടിയിട്ട് ഇങ്ങനെ ഹറാസ്മെന്റ് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം. ഇല്ലെങ്കിൽ എന്റെ ഫ്ലൈറ്റ് ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോയിക്കൊള്ളതാണ്. അല്ല നിങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതല്ല. ഞാൻ ഒരു സാധനമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഹെൽപ്പും വേണ്ടത് വേണം. എന്റെ കൂടെ ബസ് വിഷയം സാധനം ഞാൻ കഷ്ട കളഞ്ഞു പറ്റാന്നില്ല. അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഇഷ്യൂ. അപ്പം ഒരു ചങ്ങായി വന്നിട്ട് നമ്മൾ വല്ലാണ്ട് ഇൻസെപ്റ്റ് ചെയ്തു. എക്സ്പ്രസിന്റെ കൗണ്ടർ സ്റ്റാഫ് കണ്ണൂർ എയർപോർട്ടിലെ സ്റ്റാഫാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ 6,500 ടിക്കറ്റിൽ എടുത്തത് ചെറിയ പൈസ ടിക്കറ്റ് അല്ലേ. നമ്മൾ മോർണിംഗ് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇൻസെപ്റ്റ് ചെയ്യുന്ന ആളെ ടിക്കറ്റ് പൈസ 6,500 ഇന്ത്യയുടെ പൈസ വാല്യൂ ഇല്ലേ. ഞാൻ പറഞ്ഞിപ്പോ അതിനെക്കാട്ടി കുറഞ്ഞ് ഞാൻ എടുത്തതിന് ശേഷം ടിക്കറ്റ് അതിനെക്കാട്ടി കുറഞ്ഞ്. ഞാൻ ആക്ച്വലി 29th പോകേണ്ടതാണ്. അതിന് 13th ആക്കി ഞങ്ങള്. എന്നിട്ട് നിങ്ങളോട് എക്സ്ക്യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഫ്ലൈറ്റ് ഞാൻ ഇന്ത്യത്തൊക്കെ മാറ്റുന്നു. അപ്പോൾ ഞാൻ ആകെ സ്ട്രെസ്സിലുള്ള ഭയങ്കര ടെൻഷനാണ്. എന്റെ മോരെ പ്രശ്നം എനിക്ക് ഡ്യൂട്ടിക്ക് നിൽക്കണം. ഞാൻ കറക്റ്റ് തൂക്കം കൊണ്ടാകുന്നില്ല. പിന്നെ 4 കിലോ നിങ്ങൾക്ക് വിടാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ ഞാൻ കച്ചറി കളഞ്ഞു. അതിനുശേഷം നിങ്ങൾ എതിരാകാണ്ട് നിങ്ങൾ കൊണ്ടിട്ട് പറയാ കംപ്ലീറ്റ് ഹാൻഡ് ബാഗ് ലഗേജ് പോകണം. ഈ ഹാൻഡ് ബാഗ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഹാൻഡ് ബാഗ് 3 ഉള്ളൂ. വേറെ ബാഗ് എടുത്തില്ല. അത് പറ്റിയൊരു 6 ഉണ്ടാക്കണം. പിന്നെ അവർ ഡിമാൻഡ് അതായിരുന്നു. അങ്ങനെ 6 അവൻ്റെ അടുത്ത് ബാഗില്ല. എന്നൊരു കീസ നിലത്ത് വെച്ചു. അപ്പൊ കീസ് ഒന്നുമില്ല. ആ സ്റ്റെപ്പിനൊക്കെ നമ്മൾ തുറന്ന് കേസൊക്കെ എടുത്ത് നമ്മളെ കയ്യിൽ കുറച്ച് ഫ്രഷ് ഫുഡ് ഉണ്ടായിരുന്നു. 4 കിലോ തുറന്നിട്ടില്ല. അപ്പൊ 4 കിലോ എടുത്ത് കച്ചറി കാണും. അപ്പൊ ഇത് കറക്റ്റ് തൂക്കുന്നുണ്ട്. അപ്പൊ ഓരോ സ്റ്റാഫായി ഇടുക്ക് വന്നിട്ട് ഓരോ സ്റ്റാഫ് വരുന്നുണ്ട്. അവിടെ സൂപ്പർവൈസറിന്റെ കുട്ടിയൊക്കെ അവരെ 10 ബാഗിൽ നിന്ന് അവിടെ 12 ബാഗ് അലോഡ് ഉണ്ട്. പക്ഷെ 10 ബാഗ് കറക്റ്റ് തൂക്കും. ഒരു കുട്ടി എന്താ പ്രശ്നം? അപ്പൊ ഈ പെണ്ണ് പറയാ അത് നോക്കി അവർക്ക് കുറേ ചെറിയ ചെറിയ ബാഗ് ഉണ്ട്. 4 കുട്ടികളുണ്ടാവും. ചെറിയ ബാഗ് ഉണ്ടാവില്ല പേഴ്സണൽ ബാഗ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇത്രയോ ഉള്ളൂ. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ നമ്മളെ പരമാവധി ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കുന്ന ഉദ്ദേശം നിങ്ങൾ സാധനം കംപ്ലീറ്റ് ചെയ്യാൻ പോയിക്കൊള്ളു. അതിനൊന്നും ഇവരെ എതിരാകുന്നില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ഷൗട്ട് ചെയ്യാനാണ്. ഷൗട്ട് ചെയ്യുമ്പോൾ മോൻ ചോദിച്ചു നിങ്ങൾ നാളെ ആക്കിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് എന്നോട് ചോദിച്ച പേരെന്തില്ല. നിങ്ങൾ 3 പേര് എനിക്ക് നോട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇടങ്ങിയാ വെക്കുന്നത്. അപ്പൊ എടുത്താൽ വെച്ചിരുന്നത് വേറെ ആളെ പേരും കൂടി വേണം. ഇതിന് മതിയോന്നല്ല. ഇത് മോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മോന് എങ്ങല്ലേ പക്ഷെ നിങ്ങൾ നാളെ മറ്റേതൊക്കെ നേരത്തെ ടിക്കറ്റിന്റെ വിഷയം പറഞ്ഞു. ഇപ്പൊ പേരൊക്കെ വേറെ ആള് പേരാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പൈസ
നന്നായി സംസാരിച്ചു, റോങ് ആയിട്ടും സംഭവിച്ചു. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ മാനേജർ വിളിക്കുന്നുണ്ട്, മാനേജർ വന്ന് മാനേജർ യൂണിഫോം സുഹൃത്താക്കണം. നമ്മൾ ഇന്റർനാഷണൽ പാസഞ്ചറാണ്, ഇന്റർനാഷണൽ പാസഞ്ചറിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. അപ്പോൾ ഇത് കൗണ്ടർ സ്റ്റാഫാണ്, അടുത്ത കൗണ്ടറിന്റെ സ്റ്റാഫാണ്. ഇവിടെ നമ്മളോട് അപ്പോൾ മാനേജറിനെ കേട്ടോട്ട് നമ്മൾ പിടിച്ചു കൊടുത്തു. നമ്മളത്തെ റോങ് ലാംഗ്വേജ് ആദ്യം പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വൈഫും കുട്ടികളൊക്കെ ആകെ ഫ്രീഡായി. നമ്മൾ രാത്രി ഫുൾ ഉറങ്ങിയിട്ടില്ല. പിന്നെ വൈഫും കുട്ടികളും ഈ ഒരു പുതിയ വേറെ പെണ്ണ് വന്നിട്ട് പറയാം ഓരോ സാധനം എടുത്ത് തൂക്കണം എന്നറിയും. ബാഗ് തുറന്നിട്ട് 7 കിലോനാക്കാൻ വേണ്ടി സ്വർണ്ണോ തൂക്കുന്നത്. എനിക്ക് എവിടെ 7 കിലോ കറക്റ്റ് ആക്കാൻ പറ്റുക? ചിലപ്പോൾ 100, 200, 300 കൂടുതലേ, അത് പ്രശ്നമില്ല. 100, 200 ഉണ്ടായിരുന്നു. അങ്ങനെ കൂടെ തന്നെ 5 കിലോ എല്ലാം കിട്ടും. ഒരു സാധനം അവർ കിട്ടുന്നില്ല. അവര് ലേഡീസിന്റെ ചെറിയ ബാഗ്, മോളെ കയ്യിലുള്ള ചെറിയ ബാഗ്, മോന്റെ കയ്യിൽ ചെറിയ ബാഗ്. ബാഗ് എന്ന് വെച്ചാൽ പേര് പറഞ്ഞിട്ട് ബാഗ്, അത് തൂക്കമില്ല. 1/2 കിലോ 3/4 കിലോ ഉണ്ടാവും. ഇതൊക്കെ തൂക്കിയിട്ട് അവര് കൂടുതൽ മാക്സിമം 8 കിലോ ഫ്രഷ് ഫുഡ് അങ്ങോട്ട് നടത്തിക്കണം. ഒരു 6-7 കിലോനെ പറ്റും നമ്മളെ ഇറച്ചി ഉണ്ടായിരുന്നു, നല്ല ബീഫ്. അതും കളഞ്ഞ് ഒരു 1-2 കിലോമീറ്റർ മാങ്ങയും പഴവും കിട്ടി പച്ചരി കളഞ്ഞ് കറക്റ്റ് തൂക്കം എന്തെങ്കിലും നോക്കാൻ പറ്റും. നമുക്ക് ബോർഡിങ് ക്ലോസ് ഫ്ലൈറ്റിന്റെ ലാസ്റ്റ് ഫൈനൽ കോൾ എടുക്കുന്ന സമയത്താണ് നമുക്ക് ബോർഡിംഗ് പാസ് ചെയ്തത്. ഈ ബോർഡിംഗ് പാസ് എടുത്തിട്ട് നമ്മൾ പുറത്ത് ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു 2 ആളെ അയച്ചിന്റെ 2 പെണ്ണുങ്ങളാണ്. ഇമിഗ്രേഷൻ മുമ്പ് നമ്മൾ ഇതാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഈ സാധനം കീസയിലേക്ക് പിടിച്ചിരിക്കുന്നല്ലോ, ഈ കീസ ബാഗിലിട്ടുണ്ടോ നോക്കാൻ പറ്റും. ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന്റെ എന്താ പ്രശ്നം? തിരിച്ചു കളഞ്ഞു. ഞാൻ കണ്ട സാറേ, ഇതാണ് ഇമിഗ്രേഷൻ ഓഫീസ് ഇത്ര നല്ലൊരു മനുഷ്യൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഓഫീസർ കാണുന്നു. അവരിത്ര എന്താ അവർക്ക് പ്രശ്നം? ഈ 3 ബാഗ് കിട്ടേണ്ട പ്രശ്നം നമ്മൾ 6 ആക്കേണ്ട ആവശ്യം തരില്ല. നിങ്ങൾ 6 പാസഞ്ചറിന്റെ 3 ബാഗ് കിട്ടാൻ എന്താ പ്രശ്നം? നമ്മൾക്ക് 3 ഉള്ളൂ. ഇപ്പൊ എന്നിട്ട് ഞാൻ ഇതിൽ കേസ് മുന്നോട്ട് പോകാം. ഇവരിപ്പം പറയാം, നിങ്ങൾ അവരുടെ റെക്കോർഡ് ലഗേജ് സിസ്റ്റത്തിൽ 9 ഹാൻഡ് ബാഗ് ഉണ്ടെന്നും 12 ലഗേജ് ബാഗ്. ഞാൻ നമ്മുടെ വീഡിയോയിൽ ക്ലിയർ ആണ്. 10 ചെക്കിൻ ബാഗേജ് നിങ്ങളുടെ വീഡിയോയിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 12 കിട്ടിയത് 2 എണ്ണം കളഞ്ഞു. രണ്ടാമത്തെ 6 ബാഗ് ആക്കാൻ വേണ്ടി 3 ബാഗ് ആയ കാലത്താണ് എന്നോട് 6 ആക്കിയത്. ഈ 6 ആക്കിയപ്പോ ഞാൻ കേസിൽ പോകുമ്പോൾ അവരുടെ നിങ്ങൾക്ക് 9 ബാഗ് ഉണ്ട്. അപ്പൊ ഇവിടെ 3ന്റെ കൂടെ 6 ബാഗ് കിട്ടിയതാണ്. ഇതും കഴിഞ്ഞിട്ട് അവിടെ 17 കിലോ എക്സസ് ഉണ്ട്. ഞങ്ങൾ ക്ലിയർ എവിഡൻസ് ആയിട്ട് വീഡിയോസ് ഉണ്ട്, വോയിസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കാണും, നിങ്ങൾ ഗ്രൗണ്ട് സ്റ്റാഫ് എല്ലാ പച്ച കളവും പറഞ്ഞിട്ട് എക്സ്പാട്രിയേറ്റ്സിന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലേ? നിങ്ങൾ എനിമീസ് ആറ്റുന്നത് അവരെ എനിമിയൊന്നല്ലല്ലോ, ക്രിമിനലും അല്ല. ഇന്റർനാഷണൽ പാസഞ്ചർ കോളേജിൽ പോയി വരുന്ന പാസഞ്ചറാ. ഇവരിങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇതിനും ജനങ്ങൾ പ്രതികരിച്ചു പറ്റുള്ളൂ. ഇപ്പൊ ഞാനിത് എന്റെ കേസ് ഇങ്ങനെ ഓരോരാൾ ഫേസ്ബുക്കിലും മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തേക്ക് നിരന്തരമായിട്ട് മെസ്സേജ് വരുന്ന ആൾക്കാർ സെയിം അനുഭവം നമുക്കുണ്ടായിരുന്നു. 1 കിലോ കൂടി നമ്മൾ ബുദ്ധിമുട്ടിച്ചത്, 2.5 കിലോ കൂടി ബുദ്ധിമുട്ടിച്ചത്. ഇതൊക്കെ ഞാൻ എയർപോർട്ട് സ്റ്റാഫിനെ ബന്ധപ്പെട്ട് അപ്പൊ അവരും കൈമാറെത്തി നമ്മൾ പറഞ്ഞ അങ്ങനെ ഇങ്ങനെയാന്ന് പറ്റും. എന്താ അവരാക്കും? എനിക്ക് കണ്ണൂരാണ് ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത്. മറ്റുള്ളവരെ ചോദിച്ചാൽ എന്തിനാ കണ്ണൂരിൽ പോയി? നമ്മളൊക്കെ നിർത്തിയിട്ട് കുറെ ആയി. എയർ ഇന്ത്യ ഫ്ലൈറ്റ് നമ്മൾ എടുക്കലില്ല, കണ്ണൂരും പോകുന്നില്ല. എനിക്കിപ്പോ കോഴിക്കോടും കൺവേർഷൻ പോകുന്നു. ഇന്ത്യക്കോ അല്ലെങ്കിൽ ഏറെ ഫ്ലൈറ്റ് നമ്മൾ പൈസയും കൊടുത്ത് നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് വരേണ്ട ആവശ്യമില്ല. ഞാൻ നിർത്തി. ഞാനിങ്ങനെ എന്നെ കണ്ണൂരും പോകണം, നമുക്ക് എയർ ഇന്ത്യക്കും പോകണം. എത്ര പൈസ ആയാലും ശരി മറ്റുള്ള ഫ്ലൈറ്റ് ചൂസ് ചെയ്യാൻ മറ്റുള്ള എയർപോർട്ട്. ഇതാണ് എന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ്. ഇത് നമ്മൾ നോക്കുന്നുണ്ട് ഫൈറ്റ് ചെയ്ത് മാക്സിമം നമ്മൾ അവരായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പോയി. ഇപ്പൊ അവരെ എനിക്ക് മെസ്സേജ് അയച്ചത് പിന്നെ സോറി അപ്രീഷിയേറ്റ് എന്തെങ്കിലും അയച്ചിട്ടുണ്ട്. അപ്പോളജൈസ് അവർ തെറ്റ് ചെയ്തിട്ട് അപ്പോളജൈസ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഒരു ക്ലിയർ എവിഡൻസ് അവർ തരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കരുത്. വർഷങ്ങളായിട്ട് ഞാൻ പോകുന്നതാണ്. കഴിഞ്ഞ വർഷം ഫ്ലൈറ്റിൽ നിന്ന് ലഗേജ് സൈഡ് എന്റെ സാധനങ്ങൾ കട്ടിട്ടാണ് വിളിച്ചിട്ട് കഴിഞ്ഞ തവണ കണ്ണൂരിൽ പോകുമ്പോൾ 1 കിലോ കൂടി പോയത് ഞാൻ പറഞ്ഞ ലഗേജ് അപ്പുറത്ത് മാറ്റുന്നതാണ്. കറക്റ്റ് നോക്കാൻ പക്ഷേ ഒരു ബാഗിൽ 1 കിലോ കൂട്ടി ബാഗിൽ കുറവ് അത് അങ്ങോട്ടി കൂട്ടി വീട് ഇതേ കണ്ടിരുന്നു. ഇങ്ങനെ ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന എയർപോർട്ട് ഇന്റർനാഷണൽ പേരും പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഫ്ലൈറ്റ് ഇല്ല. ഇത് ഇങ്ങനെ കണ്ണൂർ എയർപോർട്ടിൽ ജനങ്ങളെന്തോ ഇങ്ങനെ പ്രതികരിക്കും. ഈ പ്രശ്നം കണ്ണൂർ എയർപോർട്ടിൽ നിന്നല്ല ഏത് എയർപോർട്ടിലും നമ്മൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. ഞാൻ എന്ത് പീഡനത്തോട് എല്ലാവരും ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നതിനൊക്കെ നമുക്ക് കോൺസെഷൻ കേസ് ബാൻ ചെയ്യാം. പക്ഷെ 4-8 നോക്കിയിട്ട് ആരും പോകില്ല. നമ്മള് ജനങ്ങൾ ഇത് ആരും പ്രതികരിക്കാൻ ആർക്കും സമയമില്ല. ഇത് ഇവർക്ക് നന്നായിട്ടാണ് സ്റ്റാഫുകൾക്കറിയാം നമ്മൾ എന്ത് ചെയ്താലും ചെയ്യണം. അപ്പൊ കുറച്ച് മാസം ഇങ്ങനെ പെണ്ണുങ്ങൾ ഇതേപോലെ കണ്ണൂർ എയർപോർട്ടിൽ വിളിച്ചിട്ട് ലാപ്ടോപ്പിന്റെ പ്രശ്നം പറഞ്ഞത് എല്ലാ ന്യൂസിലൊക്കെ വന്നു. അന്ന് പെണ്ണുങ്ങളെ വലിയ തെറ്റായിട്ട് ഇവർ ചിത്രീകരിച്ചത്. അത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ കേസിൽ അന്ന് പെണ്ണുങ്ങളെ ഭാഗത്താറായിട്ട് ഇന്നും എന്റെ ഭാഗത്താറായിട്ട്
ഈ സ്റ്റാഫ് കള്ളക്കളിയും കളിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇത് നമ്മുടെ പ്രവാസികൾ നാട്ടുകാരും കൂടിയിട്ട് ഒത്തൊരുമയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഡെവലപ്പാക്കാൻ കഴിയൂ. ഇതേ പോക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് എയർപോർട്ടിലും ഫ്ലൈറ്റ് മറ്റുള്ള ഫ്ലൈറ്റിട്ട് ഉഷാറായിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ ഡൗണായിട്ട് പോകും. നമ്മൾ കൾച്ചർ മാറ്റണ്ടേ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാനിങ്ങനെ കണ്ടിട്ട് ഭയങ്കര ശരിക്കും പറഞ്ഞ ഒരാഴ്ച നമ്മൾ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് പോകുന്നു. കൊണ്ടുവന്ന ഡ്രസ്സ് വരെ നമ്മളാണ് ചൊവ്വാഴ്ച കഴിക്കുന്നത്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ജനങ്ങൾ പ്രതികരിക്കുന്നതൊക്കെ എല്ലാവരും പിടിച്ചാൽ ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇതേ പോയാൽ ശരിയാവില്ല.